മഞ്ജരി ചേച്ചി ഇവിടെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്തതേ രാജാ സാറാണ് അല്ലേ? പറയൂ രാജാ സാറിന്റെ ആ ഒരു രാജാ സാറിനെ പറ്റി എന്ത് പറയാനാണ്. ഇപ്പൊ ശരത് സാറൊക്കെ പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ വേറൊരു ജനറേഷൻ, അത്രയും കൂടുതൽ രാജാ സാറിനെ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് മലയാളത്തില് നമ്മുടെ ആ അച്ചുവിന്റെ അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ രാജാ സാറിന് ആദ്യം പാടുന്നത് ഒരു ചിരി കണ്ടാലാണ്. അപ്പൊ അതൊരു എന്താ പറയാ, ഇതുപോലെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഓഡിഷനൊക്കെ പോകുന്ന പോലെ ഞാനൊരു വോയിസ് ടെസ്റ്റിന് പോയി. അപ്പം സാറിന്റെ അടുത്ത് സാറിനറിയാലോ അവിടെ ഒരു പൂജാമുറി ഉണ്ട്, അവിടെ ഇരുത്തി പാടിക്കും. അപ്പൊ ഇരുന്ന് ഞാൻ അവിടെ ഹംസധ്വനിയിലൊരു കീർത്തനം പാടി. അപ്പൊ വല്ലാണ്ട് ടെൻഷനിലായിരിക്കുന്നത്. സാറാണെങ്കിൽ ഹാർമോണിയത്തിൽ ഇതിങ്ങനെ ഫോളോ ചെയ്തോണ്ടുണ്ട്. അപ്പൊ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഇത് സദാശിവൻ മൈന്ദനേ ഗജമുഖനേ ഇങ്ങനെ ഒരു കൃതി പാടി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ സാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഈ പൊന്മുടി പുഴയോരത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ടീം മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞില്ല, പാടാന്ന് ഒന്നും പറഞ്ഞപ്പോൾ പുറത്തേക്ക് പോക്കാന്ന് പറയുമ്പോൾ ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്തു. അപ്പോൾ വിഷമയ്യോ ഒന്നും പറഞ്ഞില്ല. ആ പുറത്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഈ പറ ഓടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ടെൻഷനിൽ. അപ്പോൾ ഇവർ പറഞ്ഞു ഞാനിങ്ങനെ പുറത്ത് നിൽക്കുക, ഒരാൾ പോയി, രണ്ടാൾ, എല്ലാവരും ഇങ്ങനെ പോവാ. അപ്പോൾ പറഞ്ഞ് അതിൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, മാമാ உங்களுக்கு அந்த പാട്ട് കൊടുത്തിருக்காரு, இந்த ഒരു ചിരി കണ്ടാൽ എന്ന് പറഞ്ഞ പാട്ട് ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പാട്ട് പഠിക്കാൻ പോയി. ഇത് അവിടെ ഇരുന്ന് സുന്ദരരാജൻ സാറാണ് അവിടെ അസിസ്റ്റന്റ്. അപ്പോൾ സാർ ഇരുത്തി ഫുൾ പാട്ട് പഠിപ്പിച്ചു തന്ന്. അന്നത് പാടാൻ പോയപ്പോഴത്തേക്ക് അന്ന് സ്ട്രൈക്ക്, അന്ന് അത് നടന്നില്ല. അപ്പോൾ അടുത്ത ദിവസം കൂടെ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം അവിടെ ഒന്നും നടന്നില്ല. അപ്പൊ വീണ്ടും ചങ്ക് തകർന്നു. ഇതെന്തൊരു വിധി. പക്ഷെ അതിലൊരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ 2 ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പാട്ടിരുന്ന് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അടുത്ത ദിവസം ചെന്ന് പാടിയപ്പം വിജു ചേട്ടൻ എൻ്റെ കൂടെ അത് പാടിയത്. അപ്പം അപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തമിഴൊന്നും അറിയില്ല. സാർ മലയാളം പറയും. എനിക്കാണെങ്കിൽ അത് ഒന്നും പിടികിട്ടുന്നില്ല. കൊഞ്ചം മൈക്കൊക്കെ പിന്നാടി പോ. അപ്പം അങ്ങനെയൊക്കെ നിന്ന് അല്ല ഓക്കെ വാ ടേക്ക് പോലാമ്മ അങ്ങനെയൊക്കെ സാർ. അപ്പം എനിക്ക് ഇതൊക്കെ സാറിൻ്റെ ഫോട്ടോ കാണുമ്പോൾ അതൊക്കെ ആ മെമ്മറീസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് അത് പാടിക്കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കേൾക്കുക പാട്ട്. അപ്പോൾ അപ്പോഴും ഞാൻ വെച്ചു സാർ ഒരു വാക്ക് പോലും നന്നായോ എന്ന് പറഞ്ഞില്ല. ഈശ്വര ഇതിനെ മാറ്റും പാട്ടിലെ പോലെ അത് മതിയെന്ന് പോലെ സാർ പറഞ്ഞു. അതെ എൻ്റെ അമ്മ പാറും ഭയങ്കര തക്കിട്ടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വിജു ചേട്ടൻ എന്നോട് പറഞ്ഞു, സാർ ഒന്നും പറയാത്തതാണ് നല്ലത്, അദ്ദേഹം പറഞ്ഞില്ല എന്നാണെങ്കിൽ നന്നായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അതിൽ ചോദിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഫസ്റ്റ് പാട്ട് എനിക്ക് ദൈവം തന്നൊരു അനുഗ്രഹം രാജാ സാറിൻ്റെ ഒരു ചിരി കണ്ടാൽ. അതിനുശേഷം അതേ പടത്തിൽ സാറിനോടൊപ്പം ഒരു ഡ്യുവറ്റ് പാടി, മാൻകുട്ടി മൈനക്കുട്ടി എന്നൊരു ഡ്യുവറ്റ്.